നമ്മളിന്ന് റെഗൻസ്ബർഗിൽ നിന്ന് ബയേണിലുള്ള ഗ്രോസ് ഹാർബർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ആക്ച്വലി ഗ്രോസ് ഹാർബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ, അതായത് ബയേണിൽ ആൽപ്സിലല്ലാത്ത ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൻ ആണ്. ടെമ്പറേച്ചർ -11 ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പെൻഗുനെ പോലെ വന്നിട്ടുണ്ട് ചെന്ന് കഴിയും പറയാൻ അവസ്ഥ. എന്നാലും അങ്ങനെ നമ്മളിവിടെ എത്തി. വിൻ്റർ നല്ലൊരു സ്കീയിങ് സ്പോട്ടും കൂടിയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഈ കേബിൾ കാർ പിടിച്ച് നമുക്ക് മേലേക്ക് പോകണം കേട്ടോ. 2-3 മിനിറ്റേ മേലേക്ക് ഉള്ളെങ്കിലും നല്ല വ്യൂ ആണ് കേട്ടോ. ഫുള്ള് മഞ്ഞിൽ പൊതഞ്ഞു കിടക്കുകയാണ്. ഇത് സൈഡൊക്കെ കണ്ടില്ലേ, മരമെല്ലാം മൊത്തം മൂടി കിടക്കുകയാണ് മഞ്ഞിൽ. ഒരാളിത് ഓൾറെഡി വീഴ്ച തുടങ്ങി കേട്ടോ. നമ്മൾ നല്ലൊരു വീഴ്ച വീണു, അടിച്ച് വീണു. അടിയിൽ മറ്റേ ബ്ലാക്ക് ഐസ് ആയിരുന്നു. നോക്കടിച്ചാ വീണേ. ഫോണൊക്കെ ഇതിലൂടെയൊക്കെ പോയി. അതിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മുട്ടണക്കാൻ പറ്റുന്നില്ല. നമ്മളങ്ങനെ നടന്ന് ഏകദേശം മേലെ എത്തിട്ടോ. ഇനിയും കുറച്ചും കൂടി മേലേക്ക് കയറാനുണ്ട്. പക്ഷേ ഭയങ്കര കാറ്റും കോടയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറണമെന്ന് വിചാരിച്ചു. നന്നായിട്ട് തെന്നി വീഴാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാനുണ്ട് കേട്ടോ. അവിടേക്ക് ഞങ്ങൾ പോയി. ജെംസി അതാ മേലേക്ക്, അത് ഏറ്റവും ടോപ്പിലേക്ക് ഇങ്ങനെ പോകാൻ നോക്കുകയാണ്. അവൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മേലെ എത്തിയിട്ടുണ്ട് ഏകദേശം. ഇതാണ് ഗ്രോസ് ഹാർബറിൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്പോട്ട്. ഒടുക്കത്തെ കാറ്റ് ഫുള്ള് താഴെ വീണ്. അതെ, അങ്ങനെ ഗ്രോസ് ഹാർബർ കയറി. ഏതായാലും ഞങ്ങൾ പിന്നെ പതുക്കെ തിരിച്ചിറങ്ങാൻ തുടങ്ങി. നടക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരാൾ ഇരുന്നിറങ്ങുകയൊക്കെ കേട്ടോ ചെയ്തത്. കാറ്റ് എപ്പോഴും ഉണ്ടായിരുന്നു. പതുക്കെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കൈയൊക്കെ പോയി ചൂടാക്കി ട്രെയിനിൽ വേഗം കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രെയിനിൽ കയറിയിരുന്നു. നല്ല സീനറി ഒക്കെ കണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു.